ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം. അതിന് ആധാരമായി ഒരു തിരുവചനം എടുക്കുകയാണ്. ലൂക്ക 12:49. ലൂക്ക 12:49 വായിക്കാം. കിട്ടിയവർ ഉറക്കെ വായിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ മതി. 49 ഒന്നുകൂടെ വായിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. ഒന്നുകൂടെ വായിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. യേശു പറയുകയാണ്, യേശു വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. യേശു വന്നത് ഭൂമിയിൽ തീയിടാനാണ്. മറ്റൊരു വചനം വായിക്കാം. മത്തായി 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. മത്തായി 3:11 വായിക്കാം. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അടുത്ത വാക്യം എല്ലാവരും ഉറക്കം വായിച്ചേ. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും, എന്നോട് വായിക്കാം, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്നോട് വായിക്കാം, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഒന്നുകൂടെ വായിക്കാം, അവൻ പരിശുദ്ധാത്മാവിനാലും. നന്നായിട്ട് ശ്രദ്ധിക്കാം. മനസ്സ് ഒന്ന് ശാന്തമാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. യേശു പറയുകയാണ്, ലൂക്ക 12:49 ആദ്യം വായിച്ചത്. യേശു പറഞ്ഞു, ഞാൻ എന്തിനാണ് വന്നത്? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഇനി സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ മത്തായി 3:11 പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. നിങ്ങളെ മുക്കും അങ്ങനെയാണ്, മുക്കും എന്നാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും മുക്കും എന്നാണ്. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാം തിരുവചനം. യെശയ്യാ 10:17. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വരാൻ ചില വാക്യങ്ങൾ ആമുഖമായിട്ട് വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാം തിരുവചനം. ഉറക്കെ വായിക്കാം. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒന്നുകൂടെ വായിക്കാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ വായിച്ചേ, എല്ലാവരും വായിച്ചേ. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിൻ്റെ പ്രകാശമായ ദൈവം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം അഗ്നിയായും ജ്വാലയായും മാറും. എന്നിട്ട് ആ അഗ്നി, ആ ജ്വാല എന്ത് ചെയ്യും? നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ച് കളയും. 3-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. പ്രഭാഷകൻ 48:1 വായിക്കാം. പ്രഭാഷകൻ 48:1 കിട്ടിയോ? പ്രഭാഷകൻ 48:1. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കർത്താവ് ഒരു അഗ്നിയായി മാറും. കർത്താവ് ഒരു തീയിടാനായി ആഗ്രഹിക്കുന്നു. കർത്താവ് അഗ്നിയിൽ സ്നാനം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ
പന്തം പോലെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. തീയിടപ്പെടുക ഒരു നിസ്സാര കാര്യമല്ല. ഒരു അഗ്നിയാൽ ആളി കത്തിക്കപ്പെടുക നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്താണ് തീയിട്ടാലുള്ള ഗുണം? പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് തീ പിടിച്ചാലുള്ള ഗുണം? എന്താണ് ഒരു അഗ്നി ഇറങ്ങിയാലുള്ള ഗുണം? എന്താണ് ഒരു അഗ്നി ഇറങ്ങി കത്തിയാലുള്ള നേട്ടം? എന്താണ്? നമ്മളതിലേക്ക് കടന്നു പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അത് ധ്യാനിക്കാൻ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. പുറപ്പാട് 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കാം. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. വായിക്കാം. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടെ അരുളി ചെയ്തു, നീ അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒരു തീ ഇടപെടുമ്പോൾ, അല്ലെ ഒരു തീ കത്തുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരു തീ കത്താൻ നമ്മൾ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു അഗ്നി നമ്മുടെ ജീവിതത്തിൽ ആളി കത്തേണ്ടത്? ഒരു സാധാരണ ജീവിതത്തിനപ്പുറം ഒരു തീ ആളുന്ന ജീവിതമായി മാറേണ്ടത് എന്തിനാണ്? അതുകൊണ്ട് നമ്മൾ കാണാൻ പോവുകയാണ്. മോശ അവൻ ഹോറേബിൽ, ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ തൻ്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായിരുന്ന ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ ഹോറേബിൽ ആട് മേയിച്ചു കഴിയുമ്പോൾ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അതായത് മോശ നിസാരപ്പെട്ട ഒരാളല്ല. മോശയെക്കുറിച്ച് മറ്റ് വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ 1, 2, 3, 4, 5 കേട്ടോ. 1, മോശ ശൈശവം വളരെ സുഖകരമായി ജീവിച്ച ഒരാളാണ്. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ആ നാട്ടിൽ ഈജിപ്തുകാരുടെ അടിമപ്പാളയത്തിൽ പണിയെടുത്ത് പീഡിപ്പിക്കപ്പെട്ട് ഏതാണ്ട് 400 വർഷങ്ങൾ അടിമത്തത്തിൻ്റെ തടവറയിൽ അടിമപ്പാളയത്തിൽ ചങ്ങലകളിട്ട് അടിമകളെപ്പോലെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ജനത്തിൻ്റെ ഭാഗമായിട്ടാണ്, യഹൂദനായിട്ടാണ്, ഹെബ്രായ വംശത്തിൽപ്പെട്ടവനായിട്ടാണ് മോശ ജനിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊന്നുകളയാൻ രാജശാസനം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചതിൻ്റെ കാരണം ഈ ജോസഫിൻ്റെ കാലത്താണ് ഇവരുടെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിലെത്തുന്നത്. ജോസഫ് യാക്കോബിനെ കൊണ്ടുവന്നു, സഹോദരന്മാരെ കൊണ്ടുവന്നു. ജോസഫ് അധികം താമസിക്കാതെ മരിച്ചു. ആദ്യ തലമുറ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അടുത്ത തലമുറയും കഴിയുമ്പോൾ ജോസഫിനെയോ ജോസഫ് ഈജിപ്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെയോ അറിയാത്ത ഒരു ഫറവോ രാജാവ് വരികയാണ്. അപ്പോൾ ഈ രാജാവ് ഈജിപ്തിൽ പെറ്റുപെരുകി വർദ്ധിച്ച് ഈജിപ്ത് നിറയുന്ന ഹെബ്രായ ജനതയെ നോക്കി അയാൾ ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പെറ്റുപെരുകിയാൽ ഈ ജനം ഒടുവിൽ നമ്മളെ വിഴുങ്ങിക്കളയും.
അതുകൊണ്ട് ഇവരുടെ എണ്ണം, ഇവരുടെ സംഖ്യ വർദ്ധിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഇവരെ കൊന്നുകളയണം. അപ്പൊ അതുകൊണ്ട് ജനസംഖ്യ അനുപാതം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഈജിപ്തുകാരായ സൂതികർമ്മിണികൾ, മിഡ് വൈഫ്സ്, പ്രസവം എടുക്കുന്ന സ്ത്രീകൾ ഈജിപ്തുകാരാണ്. അപ്പൊ അവര് എന്ത് ചെയ്യും? കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനെ കൊല്ലും. അങ്ങനെ ഈജിപ്തിലെ കുഞ്ഞുങ്ങളെല്ലാം, ഈജിപ്തിൽ ജനിക്കുന്ന ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് കൊല്ലാൻ തോന്നിയില്ല, പക്ഷെ വളർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് ആ അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു. രാജാവിൻ്റെ മകള് കുളിക്കാൻ വരുന്ന ആ നദീഭാഗത്ത് ഈ കുഞ്ഞിനെ ഒരു പെട്ടകത്തിനകത്താക്കി വെള്ളം കയറാത്ത പോലെ അടച്ച് കൊണ്ടൊഴുക്കി വിട്ടാൽ ഈ രാജപുത്രിക്കെങ്ങാനും ദയ തോന്നിയിട്ട് കുഞ്ഞിനെ എടുത്ത് വളർത്തിയാൽ അത് ജീവനോടെയെങ്കിലും വളരുമല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു പെട്ടകത്തിനകത്താക്കി നൈൽ നദിയുടെ ഞാങ്ങണകൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചു. രാജപുത്രി കുളിക്കാൻ വരുന്ന സമയത്ത് ഇത് കണ്ടു. തോഴിമാരോട് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഓമനത്വം തുളുമ്പുന്നൊരു കുഞ്ഞിൻ്റെ മുഖം കണ്ടു. കളയാൻ തോന്നിയില്ല, കൊല്ലാൻ തോന്നിയില്ല, കൊണ്ടുപോയി വളർത്താമെന്ന് പറഞ്ഞു. ഇനി വളർത്തി വലുതാക്കാൻ വല്ല ഇസ്രായേൽക്കാരെ ചേച്ചിമാരെ വല്ലതും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു. ഈ കൊച്ചിൻ്റെ പെങ്ങള്, ഈ കുഞ്ഞിൻ്റെ പെങ്ങള് അവിടെ നിൽപ്പുണ്ട്, സഹോദരി നിൽപ്പുണ്ട്. സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചുങ്ങളെയൊക്കെ നോക്കുന്നൊരു ചേച്ചിയുണ്ട്, ഇപ്പോൾ വേണേൽ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അത് ഈ മോശയുടെ അമ്മ തന്നെയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ 5 പൈസ ചെലവില്ലാതെ കൊട്ടാരത്തിൽ വളരുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ മനുഷ്യനെ നമ്മൾ കാണേണ്ടത് 5 പൈസ മുടക്കാതെ നല്ല ലക്ഷറി ആയിട്ട് ജീവിച്ച ഒരാളാണ്. കൊട്ടാരത്തിൽ ഇയാൾ വളരുന്നത് അടിമയായിട്ടല്ല, രാജകുമാരനായിട്ടാണ്. അപ്പൊ ആദ്യത്തെ 40 വർഷം രാജകുമാരനെ പോലാണ് വളർന്നത്. ഇനി മറ്റ് ബൈബിൾ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിലെ എല്ലാ വിജ്ഞാനവും മോശ ആർജിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ വിട്ട് രാജാവ് പഠിപ്പിച്ചു. അപ്പൊ നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. ഈജിപ്തിലെ സകല ജ്ഞാനവും വൈദഗ്ധ്യവും കലയും അതുപോലെ ആയുധബലം, പിന്നെ ആയോധന കലയും കായിക പരിശീലനവും ഇതെല്ലാം നേടാവുന്നത് മുഴുവൻ നേടി. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. എല്ലാം അഭ്യസിച്ചു. അങ്ങനെ 40 കൊല്ലം പഠിക്കാവുന്നത് മുഴുവൻ പഠിച്ചു. വലിയ 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 ഡിഗ്രികൾ സമ്പാദിച്ചു. രാജകുമാരനെ പോലെ ജീവിച്ചു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ഈജിപ്തുകാരനല്ല, നീ ഇസ്രായേൽക്കാരനാണ്. അപ്പൊ തൻ്റെ ജനം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം ഈ 40 വയസ്സുള്ള മനുഷ്യൻ ഇറങ്ങി നടന്നപ്പോ ഈജിപ്തുകാർ പീഡിപ്പിക്കുന്നത് കണ്ടു തൻ്റെ ജനതയെ. അപ്പൊ രക്തം തിളച്ചു. അപ്പൊ ആദ്യം പിടിച്ചു മാറ്റി. 2ാമത്തെ ദിവസം ദേഷ്യം വന്നിട്ട് ഒറ്റ അടി അടിച്ചപ്പോ, ആരോഗ്യമുള്ളവനാണ്, നിസാരക്കാരനല്ല, ഈ മോശ നല്ല ആടി ഒറ്റ അടിക്ക് അടി കൊണ്ടവൻ ഈജിപ്തുകാരൻ അവിടെ മരിച്ചു വീണു. പെട്ടെന്ന് കുഴിയെടുത്ത് അവനെ മറവ് ചെയ്തിട്ട് രാജാവ് അറിഞ്ഞ കൊന്നുകളയുമല്ലോ എന്ന് തോന്നിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതായി വന്നു. ഈ 40 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ജീവിതം മാറി. പിന്നെ മോശയുടെ അടുത്ത 40 വർഷം നേരത്തെ ജീവിച്ച ജീവിതത്തിന്റെ നേർവിപരീതമായ നാണം കെട്ട ഒരു ജീവിതം. ആദ്യത്തെ 40 വർഷം കിട്ടാവുന്ന വിദ്യ മുഴുവൻ പഠിച്ച ഒരാളാണ്. കൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് വളർന്ന ഒരാളാണ്. എന്നാൽ അടുത്ത 40 വർഷം വിജാതീയ പുരോഹിതനായിരുന്ന ജത്രോയുടെ ആടിനെ മേയിച്ചുകൊണ്ട് അയാളുടെ മകളെ കല്യാണം കഴിച്ച് വിജാതീയനായൊരു മനുഷ്യന്റെ മകളെ കെട്ടി അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഈ രാജകുമാരൻ ഇപ്പോൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മോശേ, ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്താണ് എന്ന് മോശയോട് ചോദിച്ചാൽ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു നടവഴികളിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട്, മോശേ ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ മോശ പറയും, ഐ ആം ഡിപ്രസ്ഡ്, എനിക്ക് നിരാശയാണ്. എന്താണ് കാരണം? എൻ്റെ നാട്ടിൽ എന്നെ പോലെ പഠിച്ച ഒരുത്തനില്ല,
എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ല ഒരുത്തൻ. എൻ്റെ നാട്ടിൽ എനിക്ക് ഉള്ള അത്രയും ഡിഗ്രി വേറൊരുത്തനും ഇല്ല. എനിക്ക് കിട്ടിയ പരിശീലനം എൻ്റെ നാട്ടിലൊരുത്തനും കിട്ടിയിട്ടില്ല. മാത്രമല്ല, കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ വളർന്ന ആളാണ് ഞാൻ. ഇന്നൊന്നുമില്ലാത്തവനായിട്ട് അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ച ആട്ടും തുപ്പും ഏറ്റ് നാണം കെട്ട് ഞാനിങ്ങനെ ആടിനെ കൊണ്ട് നടക്കാം. ഒരു തീ ഇറങ്ങും മുമ്പ്, ഒരു തീയിൽ ദൈവം വെളിപ്പെടും മുമ്പ് മോശയെ കാണുമ്പോൾ ഇയാൾ ജീവിതത്തിലെ സകല വഴികളും അടഞ്ഞ് നാണം കെട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ മുമ്പിലാണ് ഒരു തീ വെളിപ്പെടാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം ഞാൻ ഇത്തിരി കയറ്റി പറയട്ടെ. അതായത്, പഠിച്ച പാഠങ്ങൾ നിങ്ങളെ സഹായിച്ചു എന്ന് വരില്ല. എടുത്ത ഡിഗ്രികൾ നിങ്ങളെ സഹായിച്ചു എന്ന് വരില്ല. നിങ്ങൾക്ക് കിട്ടിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നിങ്ങളുടെ തലവര നേരെയാക്കാൻ പറ്റി എന്ന് വരില്ല. നിങ്ങൾക്ക് ഉള്ള ബന്ധുബലത്തിനോ അംഗബലത്തിനോ ആയുധബലത്തിനോ കായിക ശക്തിക്കോ വൈജ്ഞാനിക പാടവത്തിനോ ദിഷണാബോധത്തിനോ നിങ്ങളെ സഹായിക്കാൻ പറ്റി എന്ന് വരില്ല. ഉദാഹരണം, മോശ. പറഞ്ഞേ ഹല്ലേലൂയാ. കഴിഞ്ഞ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അമേരിക്കയിൽ പോയി ഡിഗ്രി എടുത്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓക്സ്ഫോർഡിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുണ്ട്. എന്താ കാര്യം? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഇയാളുടെ കയ്യിൽ ശൂന്യത മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. വഴി അടഞ്ഞു. നിരാശ, മോഹഭംഗം, ഇച്ഛാഭംഗം, കഷ്ടപ്പാട്, നാണക്കേട്. അതാണ് ഏറ്റവും വലുത്. അപ്പൻ്റെ ആടിനെ അല്ലേ മേയ്ക്കുന്നത്, അമ്മായിപ്പൻ്റെ ആടിനെ. കയറിപ്പോകാനൊരു വീടില്ലാത്തതുകൊണ്ടും സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും 4 ചുവരുകളുടെ ബലമില്ലാത്തതുകൊണ്ടും തലയ്ക്ക് മുകളിൽ ഒരു കൂര സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ടും ജീവന് ഭീഷണിയുള്ളത് കൊണ്ടും മരുഭൂമിയിൽ ഒരുത്തൻ്റെ ആടിനെ മേയിച്ച് നാണം കെട്ട് കഴിയുക. ഇങ്ങനെ നാണം കെട്ട് കഴിയുന്ന, വഴിയടയപ്പെട്ട, ജനിച്ച് ജീവിച്ചു വളർന്ന കാലത്തെ സമസ്ത സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് നിരാശയിൽ നിരാലംബനായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഹോറബിൽ വെച്ച് ഒരു തീ കത്തിപ്പടർന്നു. അതായിരുന്നു അയാളുടെ വഴി തിരിഞ്ഞതിന്റെ ആദ്യത്തെ കാരണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് അഗ്നി, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. തീ. ഈ തീയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഈ തീ നിന്റെ മേലിറങ്ങിയാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവും, ഒരു പ്രസക്തി ഉണ്ടാവും, ഒരു വഴിയുണ്ടാവും. ജീവിക്കുന്നതിന് വിലയുണ്ടെന്ന് നിനക്കും മറ്റുള്ളവർക്കും തോന്നും ഒരു തീ ഇറങ്ങിയ. പറഞ്ഞേ ഹല്ലേലൂയാ. തീ ഇറങ്ങുന്നതിന് മുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലുണ്ട്, കാര്യമില്ല. പഠിച്ച യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ റെക്കോർഡ്, ഡോക്യുമെന്റ്സ്, ഫസ്റ്റ് റാങ്ക്. എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. തീ ഇറങ്ങണം, തീ ഇറങ്ങണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാര്, ഒരു കുടുംബം, ഒരു അപ്പനമ്മ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, മക്കളൊന്നും ഒരിടത്തും ആയില്ല, കുടുംബത്തിനൊരു വഴിയാവുന്നില്ല, കുഞ്ഞുങ്ങൾ വിചാരിച്ച പോലെ അഭിവൃദ്ധിപ്പെടുന്നില്ല, അവരുടെ കുടുംബത്തിനൊരു പ്രതീക്ഷയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം? ഒരു അഗ്നി ആളിക്കത്താൻ നിലവിളിച്ചു കൊള്ളുക, ഒരു തീ ഇറങ്ങാൻ നിലവിളിച്ചു കൊള്ളുക, ഒരു തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു കൊള്ളുക. ഒരഗ്നിയാണ് നിന്റെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായി വിലപ്പെട്ട ജീവിതമാക്കി മാറ്റുന്നത്. നിന്റെ ജീവിതത്തിന് മീനിങ് തരുന്നത് ഒരു തീയാണ്. തീ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഡിഗ്രി അല്ല, പഠനമല്ല, പാഠമല്ല, പാണ്ഡിത്യമല്ല, പണമല്ല. ജീവിതത്തിന് മീനിങ്ങും റെലവൻസും ജീവിതത്തിന് ഉപയോഗവും ജീവിതത്തിന് ജീവിക്കാനുള്ള ഒരു അർത്ഥവും തരുന്നതെല്ലാം ഒരു അഗ്നിയാണ്. അഗ്നി. അതുകൊണ്ട് കഥ പറയാണ്, ഞാൻ നിങ്ങളെ അഗ്നിയിൽ മുക്കാം, മുക്കാം, ഒരു തീക്കകത്തേക്ക് നിന്നെ ഞാൻ ഇടാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ.